ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കൊച്ചോളി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ദേശീയപാതയിലെ പണിയൊക്കെ നമ്മുടെ ചെളി കൊണ്ടാണ്, ചെളി മണ്ണ് കൊണ്ടാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡുകളൊക്കെ മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ചെളി മണ്ണ് കൊണ്ട് ഈ റോഡ് കെട്ടുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെ റോഡ് സേഫ്റ്റി ആണോ? നമുക്കിതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയാൻ മേല. അപ്പോൾ നമുക്ക് ഈ ചെളി മണ്ണ് അത് ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനം നമുക്കൊന്ന് കാണിക്കാൻ പോവാണ്. അപ്പോൾ ഇതൊന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ ഇത് നമ്മുടെ കായലിലെയും നമ്മുടെ ഈ ഡ്രഡ്ജ് ചെയ്തതിൻ്റെയൊക്കെ വേസ്റ്റാണ് നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ ഈ ബൈപ്പാസിൽ നിർമ്മാണ പ്രവർത്തനത്തിനായിട്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ചെളിയുണ്ട്. അപ്പോൾ അതിൽ കക്കയൊക്കെ കിടക്കുന്ന കാണാം. ഈ റോഡുകളൊക്കെ ഇടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഇവരെന്തുകൊണ്ടാണ് ഈ കട്ട ചെളി കൊണ്ട് ഈ ഒരു പ്രവർത്തനം നടത്തുന്നതെന്ന് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഈ ചെളി കൊണ്ട് റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ അടിവശത്ത് ചെളി കട്ട ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മെറ്റലിട്ടായിരിക്കും ഇവർ ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് എത്രമാത്രം സേഫ് ആണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത് നമുക്ക് അധികാരികളിലേക്ക് എത്തുന്നവരെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്, അല്ലെങ്കിൽ ഇതെന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഒന്ന് ആധികാരികമായിട്ട് അറിയാവുന്നവർ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമുക്കത് ആ വീഡിയോസ് ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ ആലപ്പുഴ ജില്ല ഒട്ടുമിക്ക ഭാഗത്തും ഇത് തന്നെയാണ്. ഈ കട്ട ചെളി കൊണ്ടാണ് നമ്മുടെ റോഡ് നിർമ്മാണം ചെയ്യുന്നത്. ഇത് അധികൃതർ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ നമുക്കറിയില്ല. അപ്പം ഇതൊന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളത് കൊച്ചോളി വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ഓക്കെ, ബൈ.